സ്വർണ്ണക്കവർച്ചാ കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് സ്വദേശിയായ രമേശന്റെ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. ബൈജുവിന്റെ സ്വർണ്ണക്കടയും കടയടച്ചു ബൈജു പുറത്തിറങ്ങുന്നതും കൃത്യമായി രമേശൻ നിരീക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആദ്യം സംശയം തോന്നാത്ത രീതിയിൽ നടന്നുവരികയും ബൈജു നിൽക്കുന്ന കടക്കുള്ളിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഫോൺ ചെയ്യുന്നത് പോലെ കാണിച്ച് കടയ്ക്ക് മുൻപിലൂടെ നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഈ നിർണായക ദൃശ്യങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിന് പ്രതികളിലേക്ക് എത്താൻ സഹായകരമായത്. സ്വർണം നഷ്ടപ്പെട്ട ബൈജുവിന്റെ സുഹൃത്താണ് രമേശൻ. ഇദ്ദേഹവുമായുള്ള അടുപ്പം കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. ബൈജു സ്വർണവുമായി പോകുന്ന വിവരം രമേശന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കവർച്ച നടത്തിയ സംഘം സഞ്ചരിച്ച കാർ പോയ വഴി പരിശോധിച്ചപ്പോൾ പ്രതികളിലേക്ക് എളുപ്പമെത്താനും കഴിഞ്ഞു. ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജേണിയെ പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിൻ്റെ പ്രധാനിയായിട്ടുള്ള ഇതിലേറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശനെ പോലീസ് മനസ്സിലാക്കുന്നത്. തുടർന്ന് രമേശനെ പോലീസ് അന്വേഷിക്കുകയും രമേശനെ പിടികൂടുകയും രമേശൻ്റെ കൈവശത്തു നിന്നും ഏകദേശം 1.2 കിലോഗ്രാമോളം ഗോൾഡ് പോലീസ് റിക്കവറി നടത്തി. പ്രതികൾ ഉപയോഗിച്ച കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സംഘം തൃശൂരിൽ പിടിയിലായത്. ഇനി ഒരാളെ കൂടെ പിടികൂടാനുണ്ട്. രമേശനൊപ്പം പാലക്കാട് തൃശൂർ സ്വദേശികളായ ബിബിൻ, ലതീഷ്, സരീഷ്, വിമൽ എന്നിവരായിരുന്നു പിടിയിലായത്. മറ്റൊരു പ്രതി സിനോയെയാണ് ഇനി പിടികൂടാനുള്ളത്. വേറെ ആൾക്കാർ ഇതിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ അന്വേഷണം മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ടും പോലീസ് അന്വേഷിക്കുന്നു. കാരണം അന്വേഷണം ഇവിടെ കൊണ്ട് തീരുന്നില്ല. സിനോയയുടെയാണ് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത്. ബുധനാഴ്ച രാത്രിയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കൊടുവള്ളിയിലെ ജ്വല്ലറി ഉടമ ബൈജുവിനെ കാറിടിച്ചു വീഴ്ത്തി ഒരു സംഘം സ്വർണം കവർന്നത്. 1.75 കിലോ സ്വർണമാണ് ബൈജുവിന് നഷ്ടമായത്. ഇവരിൽ നിന്ന് 1.3 കിലോ സ്വർണവും കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ സ്വീകരണവും നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.